ഡോൺബാസ് മേഖല യുക്രൈൻ വിട്ടുനൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ച റഷ്യ. സമാധാന ചർച്ചകൾക്ക് വിസമ്മതിച്ചാൽ സൈനിക മാർഗത്തിലൂടെ ഭൂമി കൈവശമാക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ പറയുന്നു. ഡോൺബാസ് മേഖല തിരിച്ച് റഷ്യയെ ഏൽപ്പിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് പുടിൻ. എന്നാൽ അമേരിക്കയിൽ നടന്ന ചർച്ചകളിൽ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടല്ല യുക്രൈൻ സ്വീകരിക്കുന്നത്. വീണ്ടും ഐസൻ ജോസിലേക്ക്. ഐസൻ, നോക്കൂ, ഡോൺബാസ് മേഖല തിരിച്ചു വേണം. റഷ്യ വീണ്ടും കടുംപിടുത്തത്തിലേക്ക് വരുന്നു, ഇല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കും. യുക്രൈൻ ആകട്ടെ ഈ വിഷയം അന്ന് നടന്ന ചർച്ചകളിൽ പറഞ്ഞതല്ലല്ലോ എന്ന് തിരിച്ചു പറയുന്നുണ്ട്. ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഒരു പര്യവസാനത്തിന് സാധ്യതകൾ ചിലപ്പോൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നു, ചിലപ്പോൾ അതില്ലാതാകുന്നു. എന്താണ് ഒരു അസ്ഥിരതയ്ക്ക് കാരണം? 2022 യുദ്ധം തുടങ്ങുന്ന സാഹചര്യം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ അസ്ഥിരതയുടെ കാരണവും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഡോൺബാസ് മേഖല, അതുപോലെ തന്നെ ഡോൺബാസ് മേഖലയിലെ ലുഹാൻസ്കും ഡൊണസ്കും എന്ന് പറയുന്ന രണ്ട് മേഖലകളുടെ നിയന്ത്രണം സംബന്ധിച്ച തർക്കമാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. ഈ രണ്ട് പ്രവിശ്യകളുടെയും നിയന്ത്രണം നിലവിൽ അത് യുക്രൈൻ്റെ പരിസരത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പരിധിയിലാണെങ്കിലും അവിടെ നിലനിൽക്കുന്നത് റഷ്യൻ അനുകൂല നിലപാടുകളാണ്. അതായത് റഷ്യയുടെ റൂബിൾ അവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യൻ എത്നിക് സൊസൈറ്റി അല്ലെങ്കിൽ പ്രാചീനമായ സമൂഹമാണ് അവിടെയുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ സുരക്ഷ സംബന്ധിച്ച് എന്ത് തീരുമാനം, അവരുടെ വംശീയ ക്ലൻസിങ് നിങ്ങൾ നടത്തുകയില്ല എന്നത് സംബന്ധിച്ച് എന്ത് ഉറപ്പ് നൽകാനാകുമെന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് 2022 യുക്രൈൻ യുദ്ധം ആരംഭിക്കുകയും ഇത്രയും കാലം നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മേഖലകളും തിരിച്ചേൽപ്പിക്കുക, ഡോൺബാസ് മേഖലയിലെ സൈനിക വിന്യാസം ഒഴിവാക്കുക എന്ന കൃത്യമായ നിലപാട് പുടിൻ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇത് യുക്രൈൻ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ എതിർപ്പ് യുക്രൈൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ തന്നെയാണ് അവിടെ ഒരു ഡീമിലിറ്ററൈസ്ഡ് സോണാക്കി മാറ്റണം എന്നൊരു നിലപാട് കൃത്യമായി പുതിയൊരു നയത്തിൻ്റെ, അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെട്ട് പുതിയൊരു നയം രൂപീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സമാധാന നിർദ്ദേശങ്ങൾ രൂപീകരിച്ചിരിക്കുന്നു. 28 സമാധാന നിർദ്ദേശങ്ങളിൽ ഇക്കാര്യം ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സമാധാന നിർദ്ദേശങ്ങൾ തത്വത്തിൽ റഷ്യ അംഗീകരിക്കുന്നുണ്ടെങ്കിലും രണ്ട് കാര്യങ്ങളിൽ തർക്കം നിലനിന്നിരുന്നു. അതിലൊന്ന് നാറ്റോ അംഗത്വം സംബന്ധിച്ചാണ്. യുക്രൈന് നാറ്റോ അംഗത്വം നൽകുന്നത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഈ ഡോണസ്ക് മേഖലയുടെയും ലുഹാൻസ്ക് മേഖലയുടെയും ഡോൺബാസ് മേഖല തിരിച്ചു വേണം, യുക്രൈനോട് റഷ്യ ആവർത്തിക്കുന്നു, ഇല്ലെങ്കിൽ തിരിച്ചു പിടിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഒരു അന്തരീക്ഷത്തിൽ അയവുണ്ടെന്ന് തോന്നിപ്പിക്കുകയും പിന്നീട് അത് അസ്ഥിരമാവുകയും ചെയ്യുന്നത് തുടരുകയാണ് റഷ്യയ്ക്കും യുക്രൈനും ഇടയിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.